ഇവനൊക്കെ എവിടെ ഉള്ളി കളിക്കാനല്ല ഗൈസ് വെൽക്കം ബാക്ക്. ഞാൻ വിപിത. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ സൗണ്ട് ശരിയായി വരുന്നുള്ളൂ കേട്ടോ. ഇന്നലെ നിങ്ങൾ കുക്ക് കോമഡി കണ്ടായിരുന്നോ? എന്താണ് നിങ്ങളുടെ അഭിപ്രായം? നിങ്ങൾ വിചാരിച്ച പോലെയുള്ള ഷോ ആണോ? നിങ്ങൾ തമിഴിലും ഹിന്ദിയിലൊക്കെ കാണാത്തവർ ഒരുപാട് പേരുണ്ടാവുമല്ലോ. തീർച്ചയായിട്ടും നമ്മുടെ ചാനലിൽ അങ്ങനെ ഒരുപാട് പേരുണ്ട്. അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് ഡേ ആ ഒരു ഷോ കണ്ടപ്പോൾ എന്താണ് നിങ്ങൾക്ക് ഫീൽ ചെയ്തെന്നുള്ളത് നിങ്ങളുടെ ജെന്യുവൻ അഭിപ്രായം ഒന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം കേട്ടോ. എന്തായാലും ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. എന്താണെന്ന് വെച്ചാൽ പല കാര്യങ്ങളും നമുക്കത് റിവൈൻഡ് ചെയ്യാനായിട്ട് സാധിച്ചു. എസ്പെഷ്യലി പറയുകയാണെങ്കിൽ ഇന്നലെ ഉണ്ടല്ലോ അനുമോളെ പലയിടത്തും കുത്തുന്ന ജിസേലിനെയാണ് കേട്ടോ കണ്ടത്. അതായത് ബിഗ് ബോസ് വീട്ടിലുണ്ടായിരുന്ന ആ കുശുമ്പില്ലേ, അതൊന്നും ഇപ്പോഴും അവസാനിച്ചിട്ടില്ല. അതിപ്പോൾ ആ കുക്ക് കോമഡിയിൽ വീണ്ടും ഇറക്കിയിരിക്കുകയാണ് ജിസേല്. പിന്നെ റൊമാൻസ് ഇല്ലാതെ എന്ത് ഷോ ആണ്? ഒരു റിയാലിറ്റി ഷോ ആകുമ്പോൾ കുറച്ച് റൊമാൻസ് വേണ്ടേന്നേ. അത് ഇഷ്ടപ്പെടുന്നവരുണ്ടാവും. അത് മനസ്സിലാക്കിയതുകൊണ്ടായിരിക്കാം ചിലരൊക്കെ റൊമാൻറ്റിക് സ്റ്റൈൽ പിടിക്കാനൊക്കെ നോക്കുന്നുണ്ട്. അത് ഈവൻ ആങ്കർ പോലും ഒരു റൊമാൻറ്റിക് സ്റ്റൈൽ പലയിടങ്ങളിലും പിടിക്കുന്നുണ്ട്. രസമായിട്ടുണ്ടോ? അല്ല, ബോറായിട്ടൊന്നും ഫീൽ ചെയ്യുന്നില്ല. ആ ഒരു സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്ത് തന്നെയാണ് അവർ പോകുന്നത് കേട്ടോ. അതിൽ മീനാക്ഷി പൊളിച്ചെടുക്കുന്ന രീതിയിലേക്കാണ് പോകുന്നത്. അതവിടെ ഇരിക്കട്ടെ, നമുക്ക് നോക്കാം മീനാക്ഷി ചെയ്യോ അല്ലെങ്കിൽ മീനാക്ഷി പൊളിച്ചെടുക്കോ എന്നുള്ളത് അടുത്ത 2 ദിവസത്തിനുള്ളിൽ നമുക്ക് മനസ്സിലാക്കാം, നമുക്കറിയാം. അത് കുക്കിംഗ് ആണല്ലോ മെയിൻ പരിപാടി അല്ലേ? കുക്കിംഗ് അതിന് വേണ്ടിയിട്ടാണ് ഇവർ കിടന്ന് കഷ്ടപ്പെടുന്നത്. അതിൻ്റെ ഇടയിൽ ടാസ്കൊക്കെ വൻ ട്വിസ്റ്റാണ് കേട്ടോ. അങ്ങനെ പൊളിച്ചടുക്കിയത് ആര്? ഭാവനയും ഷെഫ് നളനും വിധി എഴുതി. കുക്കിംഗ് രാജ്ഞിയാണ്. കുക്കിംഗ് രാജ്ഞി ഇതാണ്. ആരാണത്? ആളെ വെട്ടിക്കാൻ വേറെ ആരുമില്ല എന്ന് ഷെഫ് നളനും ഭാവനയും വിധി എഴുതി കഴിഞ്ഞു. ഭാവനയും ഷെഫ് നളനും വിധി എഴുതി. ഈ ആളെ വെട്ടിക്കാൻ ആരുമില്ല, വേറെ ആരുമില്ലെന്നേ. നമ്മുടെ ബിഗ് ബോസിലെ കരഞ്ഞ് മെഴുകി അടുക്കളയിൽ യുദ്ധം ചെയ്ത് എല്ലാവർക്കും രുചിയുള്ള ഭക്ഷണം ഉണ്ടാക്കി കൊടുത്ത നമ്മുടെ അനുമോളാണ് കുക്കിങ്ങിൽ രാജ്ഞി എന്ന് ഇന്നലത്തെ എപ്പിസോഡിൽ വിധി എഴുതി കഴിഞ്ഞു. ഞാൻ പറഞ്ഞല്ല കേട്ടോ, ഭാവനയും അതുപോലെ തന്നെ നമ്മുടെ ഷെഫ് നളനും വിധി എഴുതിയതാണ്. ഇതുവരെ കഴിച്ചതിൽ ഏറ്റവും നല്ല ഫുഡ് ഇതാണ്, ഇതിനെ വെട്ടിക്കാൻ ആരുമില്ല. അവർ ഈ പറഞ്ഞ പോലെ ഭയങ്കര വലിയ ഐറ്റവും നല്ല ഉണ്ടാക്കിയത്. സാധാ ചോറും സാലഡും ചിക്കൻ മെരുക്കു വരട്ടി ഓക്കെ, എന്താ കോക്കനട്ട് തേങ്ങയൊക്കെ ഇട്ടിട്ട് ആ ഒരു സംഭവം ഉണ്ടാക്കിയത്. വളരെ നാടൻ രീതിയിൽ പോയി. ടേസ്റ്റ് അപാരം എന്ന് വിധി എഴുതി കഴിഞ്ഞു. പിന്നെ അവസാനം ഉണ്ടല്ലോ ജിയോ മച്ച നമ്മളെ കരയിപ്പിച്ച് കളഞ്ഞു കേട്ടോ. കോമഡി, പാട്ട്, തമാശ, മേഖളായിട്ട് ഭയങ്കര അടിപൊളിയായിട്ട് പോയിക്കൊണ്ടിരുന്നപ്പോൾ അവസാനം ജിയോ മച്ചാൻ നമ്മുടെ മനസ്സൊക്കെ ഒന്ന് പൊടിക്കുന്ന രീതിയിൽ ആളൊരു സ്റ്റോറി പറഞ്ഞു. അതോടുകൂടിയിട്ടാണ് ഇന്നലത്തെ എപ്പിസോഡ് അവസാനിച്ചിരിക്കുന്നത്. നമുക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോയിലേക്ക് പോകാം. അതിന് മുമ്പായിട്ട് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഹൈപ്പുള്ളവരൊക്കെ ആണെങ്കിൽ ഹൈപ്പൊക്കെ കൊടുക്കാട്ടോ. പിന്നെ നിങ്ങൾ വെയിറ്റ് ചെയ്യുന്ന ഗുരുമന്ത്ര അപ്ഡേറ്റ് ഈ വീഡിയോയുടെ അവസാനം ഉണ്ടാവും. എജു നാവിഗേറ്ററിനെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി. +2 റിസൾട്ട് 25-ാം തീയതി കൂടി വരും. മെയ് 25-ാം തീയതി വരും. അപ്പോൾ അതിനു മുമ്പ് നിങ്ങൾക്ക് ഏത് കോളേജിലാണോ അഡ്മിഷൻ വേണ്ടത് പെട്ടെന്ന് തന്നെ സീറ്റ് ബുക്ക് ചെയ്യുക. കേരളത്തിലുള്ള ഒരുപാട് പ്രീമിയം കോളേജിൽ നമ്മൾ അഡ്മിഷൻ എടുക്കുന്നുണ്ട്. ഈ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഇപ്പോൾ തന്നെ കോൾ ചെയ്യുക. നിങ്ങൾക്ക് ഫ്രീ കൗൺസിലിംഗ് അവിടെ നിന്ന് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഇന്നലത്തെ എപ്പിസോഡിൽ തുടക്കം തന്നെ കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്തു. കാരണം ഓൾറെഡി എല്ലാവരെയും കഴിഞ്ഞ ദിവസം പരിചയപ്പെടുത്തിയല്ലോ. ഇനിയിപ്പോൾ കുക്കിങ്ങിലേക്ക് പോവാം. ഈ ഒരു ഷോ സ്ക്രിപ്റ്റഡ് ആണോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും സ്ക്രിപ്റ്റഡ് ആണ്. എല്ലാ ഷോയിലും സ്ക്രിപ്റ്റ് ഉണ്ട്. സ്ക്രിപ്റ്റ് ഇല്ലാണ്ട് എന്ത് ഷോ? എല്ലാവരും ചുമ്മാ നിങ്ങൾ ഒരു സ്ക്രിപ്റ്റും ഇല്ലാണ്ട് ചുമ്മാ കയറിയിട്ട് ആക്ഷൻ ക്യാമറ റൺ എന്ന് പറഞ്ഞിട്ട് ഈ പറഞ്ഞ പോലെ എല്ലാവർക്കും കുക്ക് ചെയ്യാൻ അങ്ങനെയൊന്നുമില്ല. ഒരു സ്ക്രിപ്റ്റ് ഉണ്ടാകും. അത് ഒരുപാട് പൈസ മുടക്കിയിട്ടാണ് ഒരു സ്ക്രിപ്റ്റ് തന്നെ റെഡിയാക്കുന്നത്. ഈ ഷോ ഇങ്ങനെ കൊണ്ടുപോകണം എന്ന് പറഞ്ഞിട്ട്. പിന്നെ അതിലുള്ള ഓരോ ക്യാരക്ടേഴ്സും അവരവരുടെ റോള് അവരവരുടെ രീതിക്ക് പ്രസൻറ്റ് ചെയ്യുന്നു. അതിൽ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിന്നേക്കാൾ കൂടുതൽ ക്യാമറ സ്പേസ് എനിക്ക് കിട്ടണം എന്നുള്ള രീതിയിൽ തന്നെയാണ് ഓരോരുത്തരും ബിഹേവ് ചെയ്യുന്നത്. അതിൽ ചളിപ്പുണ്ടാവും, വളിപ്പുണ്ടാവും, നമുക്കിഷ്ടപ്പെടുന്നതുണ്ടാകാം, പലതും ഉണ്ടാകാം. അവരവരുടേതായ രീതിയിൽ അതങ്ങോട്ട് എന്താ പറയുക കൊണ്ടുപോകുന്നു. ആ കൂട്ടത്തിൽ ഒരുപാട് പേർക്ക് മീനാക്ഷി എന്ത് വെറുപ്പിക്കലാണെന്ന് തോന്നിയേക്കാം. പക്ഷേ എൻ്റെ ഒരു അഭിപ്രായത്തിൽ മീനാക്ഷി എന്ന് പറയുന്ന ഒരു വ്യക്തി ആ സ്ക്രീൻ സ്പേസ് എടുക്കാനായിട്ട് നോക്കുന്നുണ്ട്. ആൾക്ക് കൊടുത്ത ജോലിയാണ്, അല്ലെങ്കിൽ ആൾക്ക് കൊടുക്കുന്ന എമൗണ്ടിനുള്ള കൂലി ആൾ ചെയ്യണമല്ലോ. അതിന് വേണ്ടിയിട്ട് വളരെ ഫണ്ണാക്കാനൊക്കെ നോക്കുന്നുണ്ട്. അതിൽ മീനാക്ഷിയുടെ ആ ഓരോരോ മൂമെൻറ്റിൽ ഞാൻ പേഴ്സണലി എൻജോയ് ചെയ്യുന്നുണ്ട്. ബോറടിപ്പിക്കുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. എൻ്റെ അഭിപ്രായമാണ്. നിങ്ങളുടെ അഭിപ്രായം തന്നെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം. അങ്ങനെ ടാസ്ക് തുടങ്ങുന്നതിന് മുമ്പ് ആരാ കുക്ക് ചെയ്യുന്നത്? കുക്കല്ല പൂക്കീസാണ് ഗൈസ് കുക്ക് ചെയ്യാൻ പോകുന്നത്. അവർക്ക് ഗ്യാസ് എങ്ങനെ കത്തിക്കണം എന്ന് പോലും, അതായത് ഫ്ലെയിം എങ്ങനെ ഓൺ ആക്കണം എന്ന് പോലും അറിയാൻ പാടില്ലാത്ത ഇവർ കുക്ക് ചെയ്താൽ എങ്ങനെ ഇരിക്കും?
സത്യം പറഞ്ഞാൽ കുക്കേഴ്സ് ഉണ്ടല്ലോ, അവർക്ക് കൊടുത്ത 8ന്റെ പണിയായി പോയിട്ടോ. പിന്നെ എലിമിനേഷൻ ഉണ്ടാകും കേട്ടോ. വൺ സർപ്രൈസ് ഉണ്ട്. ടാസ്ക് തുടങ്ങാൻ പോകണം. സർപ്രൈസ് ഇല്ലാണ്ട് എന്ത് സ്റ്റാർട്ടിങ്? എന്താ സർപ്രൈസ് എന്ന് അറിയാം. ഇവർ കുക്ക് ചെയ്യേണ്ടത് സ്വന്തം പേഴ്സണാലിറ്റിയെ കാണിക്കുന്ന എന്തെങ്കിലും ഒരു എന്താ പറയുക ഫുഡായിരിക്കണം അവർ പ്രിപ്പയർ ചെയ്യേണ്ടത്. സ്വന്തം പേഴ്സണാലിറ്റിയെ കാണിക്കുന്ന വിഭവം അതെന്താ? അപ്പോൾ അതിനിടയിൽ ചളിയൊക്കെ വരുന്നുണ്ട്. മീനാക്ഷി ഞങ്ങൾ കയറിയതൊരു കുക്കാവണോ എന്ന്. വെളിപ്പാട് അതാ ഞാൻ പറഞ്ഞത്, വെളുപ്പൊക്കെ ഉണ്ട്. പക്ഷെ നമ്മൾ ആ ഒരു സെൻസിലെടുത്ത് അതൊക്കെ നമുക്ക് എൻജോയ് ചെയ്യാം. നമ്മൾ ഈ ഷോ കുക്ക് കോമഡിയാണ്. അപ്പോൾ കോമഡി പലതും ഉണ്ടാവും. നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ടാവും, എൻജോയ് ചെയ്യാൻ പറ്റാതുണ്ടാവും. എൻജോയ് ചെയ്യാത്തത് നമ്മൾ ആ ഒരു മനസ്സോടുകൂടി ഈ ഷോ കാണുകയാണെങ്കിൽ നിങ്ങൾക്കത് ഇഷ്ടപ്പെടും, ഈ ഷോ ഇഷ്ടപ്പെടും. അപ്പോൾ ഒരു പേഴ്സണാലിറ്റിയെ കാണിക്കുന്ന, പേഴ്സണാലിറ്റി എന്ന് പറയുമ്പോൾ നമുക്ക് നമ്മുടെ മനസ്സിൽ ടച്ച് ചെയ്യുന്ന എന്തെങ്കിലും ഒരു സ്റ്റോറി ഉള്ള ഒരു വിഭവം ഉണ്ടാക്കാനാണ് കൊടുത്ത ടാസ്ക്. പിന്നെ അതെന്താണെന്ന് എക്സ്പ്ലെയിനും കൂടി ചെയ്യണം. ഇതാണ് കേട്ടോ ടാസ്ക് അടിപൊളിയല്ലേ? എന്തുണ്ടാക്കണം എന്ന് തീരുമാനിക്കുന്നത് കുക്കേഴ്സാണ്. അവരാണല്ലോ ഉണ്ടാക്കുന്നത്. അപ്പോൾ അവർക്ക് ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ അവർക്ക് തോന്നിയ ഫുഡ് അവർ ഉണ്ടാക്കാനായിട്ട് പോകുന്നു. അപ്പോൾ അവരുടെ മനസ്സിലൊരു സംഭവം ഉണ്ട്, ഇതാണ് ഉണ്ടാക്കേണ്ടതെന്ന്. പിന്നീടാണ് അടുത്ത ട്വിസ്റ്റ് വരുന്നത്. ഇവരെല്ലാം ഉണ്ടാക്കണ്ടേ, കുക്കേഴ്സ് എല്ലാം ഉണ്ടാക്കണ്ടേ, പൂക്കീസാണ് ഉണ്ടാക്കണ്ടേ. പൂക്കീസ് അവർക്കാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഫ്ലെയിം ഓണാക്കാൻ പോലും അറിയാത്തവന്മാർ എങ്ങനെ ചെയ്യും? ഉണ്ട്. അതിലും ഒരു ട്വിസ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ട്. ബിഗ് ബോസ് എന്ന് എപ്പോഴും ബിഗ് ബോസ് കയറി വരും കേട്ടോ. മറ്റേ ബസ് സൗണ്ട് കേൾക്കുമ്പോൾ ഉണ്ടല്ലോ, ഈ കുക്കേഴ്സ് ഹിൻഡ്രൻസ് ധരിക്കണം. ഇത് ധരിച്ചിട്ടാണ് അവർ ഈ പറയുന്ന കുക്കിങ്ങിലേക്ക് കിടക്കേണ്ടത്. ഇടയ്ക്ക് ബ്രേക്ക് തരും. ആ സമയത്ത് ഇവർക്ക് അത് റിമൂവ് ചെയ്തിട്ട് വീണ്ടും ഇവർക്ക് കുക്ക് ചെയ്യാം. പക്ഷേ ഹിൻഡ്രൻസ് ഇവർ വേറെ ചെയ്യുന്ന സമയത്ത് ഇവർ എന്ത് ഫുഡാണ് ഉണ്ടാക്കേണ്ടതെന്ന്, എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്നൊക്കെ ചെയ്യിപ്പിക്കേണ്ടത് ഈ പറയുന്ന കുക്കീസിനെ കൊണ്ടാണ്. അതിന് ഇവർക്ക് ഉണ്ടാവുന്ന തലവേദന, എൻ്റെ പൊന്നോ, സത്യം പറഞ്ഞാൽ എനിക്ക് തന്നെ തോന്നിച്ചു എന്താണ് വേഗം സമയം പോകണം എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് തന്നെ നമ്മൾ ആ സ്പീറ്റിൽ നിന്ന് കണ്ടിട്ടുണ്ടെങ്കിലുണ്ടല്ലോ നമുക്ക് തന്നെ തോന്നി എന്താണ് ഇവർ കാണിക്കുന്നത്? അയ്യോ ചിക്കൻ വേവുന്നു, ചിക്കൻ കരിയുന്നു, ഞണ്ടെന്താ കഴുകാൻ അറിയില്ലേ? നമുക്ക് തന്നെ തോന്നുന്നു ദൈവം ഇതൊക്കെ കഴിക്കേണ്ട ഭക്ഷണമാണല്ലോ. താഴത്ത് വീഴുന്നു ഗൈസ്, അതൊക്കെ എടുത്ത് വീണ്ടും ചട്ടിയിലിട്ട് ഉണ്ടാക്കുന്നു. ഇതൊക്കെ അങ്ങ് ബിഗ് ബോസ് വീട്ടിലായിരുന്നെങ്കിൽ എന്ത് യുദ്ധം ഉണ്ടായാനെ. പക്ഷെ ഇവിടെ അതൊന്നും പ്രശ്നമില്ല. താഴ്ത്തുണ്ടെങ്കിൽ അതെടുത്തിട്ട് ചട്ടിയിലിട്ടിട്ട് വീണ്ടും ഉണ്ടാക്കുന്നു. അങ്ങനെയൊക്കെ രസമായിരുന്നു. അപ്പോൾ പൂക്കീസാണ് കുക്ക് ചെയ്യുന്നത്. അപ്പോൾ കുക്ക് ചെയ്യേണ്ടത് എന്തൊക്കെയാണെന്നുള്ളത് കുക്കേഴ്സ് തീരുമാനിച്ചിട്ട് അവർ ഇൻഗ്രീഡിയൻസ് എടുക്കാൻ വേണ്ടിയിട്ട് സ്റ്റോർ റൂമിലേക്ക് പറഞ്ഞു വിടുന്നു കേട്ടോ. സ്റ്റോർ റൂമിൽ കീപ്പർ ആരാ? ജിസൈൽ രണ്ടും കൽപ്പിച്ചാണ്. ഞാൻ ഫസ്റ്റ് ഡേ പറഞ്ഞില്ലേ, രണ്ടും കൽപ്പിച്ചാണ് ജിസൈലെന്ന്. ഒരു മാറ്റമില്ല, രണ്ടും കൽപ്പിച്ചാണ്. വരുന്ന ദിവസം നോക്കിക്കോ, രണ്ടും കൽപ്പിച്ച. മല്ലിപ്പൊടി ഏത്, മഞ്ഞപ്പൊടി ഏത്? മഞ്ഞപ്പൊടി അവർക്കറിയാം, മഞ്ഞ കളറല്ലേ. മല്ലിപ്പൊടി ഏത്, മസാലപ്പൊടി ഏത്, ജീരകപ്പൊടി ഏത് എന്നറിയില്ല. മല്ലിപ്പൊടിയാണെന്നൊക്കെ പറഞ്ഞാൽ ജീരകപ്പൊടിയൊക്കെയാണ് അവർ പോയി എടുത്തുകൊണ്ട് വരുന്നത്. കാരണം ഇവർക്ക് കുക്കേഴ്സിന് പോകാൻ പറ്റില്ല. അവർക്കേ അറിയുള്ളൂ എന്താ ഫുഡ് ഉണ്ടാക്കണ്ടേ എന്നുള്ളത്. ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ് വേണ്ടത് അവർക്കേ അറിയുള്ളൂ. മഞ്ഞപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി തിരിച്ചറിയാൻ പാടില്ലാത്ത പൂക്കീസാണ് സ്റ്റോർ റൂമിൽ പോയി സാധനങ്ങൾ എടുത്തുകൊണ്ട് വരുന്നത്. പലതും മറന്നു പോകുന്നു. അങ്ങനെ ടൈമൊക്കെ ഉണ്ട്. ഇന്ന ടൈമിനുള്ളിൽ തന്നെ പോയി എടുത്തിട്ട് വരണം. അതിൻ്റെ ഇടയിൽ നടക്കുന്ന ഒരു രസകരമായ നിമിഷങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിന് മുകളിൽ ഒച്ചപ്പാട് ബഹളമൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. കിച്ചണിൽ കയറിയ ആളങ്ങനെയാണല്ലോ. അത് റിയൽ ലൈഫിൽ അങ്ങനെ തന്നെയാണ്. അതിൽ നൂറായിട്ടുള്ള വ്ളോഗൊക്കെ കണ്ടവർക്ക് അറിയാൻ പറ്റുമായിരിക്കും. ആള് കുക്ക് ചെയ്യുന്ന സമയത്ത് ആരും ഡിസ്റ്റർബ് ചെയ്യാൻ പാടില്ല. നിങ്ങൾക്ക് രുചികരമായ ഭക്ഷണം ഞാൻ തരും, അതിൻ്റെ ഇടയിൽ കയറി ഒന്നും ഉണ്ടാക്കാൻ പാടില്ല എന്ന് പറയുന്ന പോലെ അനുമോള് ഈ പറഞ്ഞ പോലെ അനുമോൾക്ക് ഉണ്ടാക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് തന്നെ അതിൻ്റെ ദേഷ്യമൊക്കെ കാണിക്കുക. എടാ നീ വേണ്ട, എനിക്ക് പിന്നെ വേണ്ട, നീ വേണ്ട, അവിടെ വേണോ എന്നൊക്കെ പറഞ്ഞ് ഒച്ചബഹളമൊക്കെ ഉണ്ടാക്കുമ്പോൾ ജിസയിൽ അവിടെ നിന്ന് നോക്കിയിട്ട് പയ്യെ വന്നിട്ടുണ്ടല്ലോ അശ്വിനോട് പറയണേ, അശ്വിനെ നിനക്ക് ഇതുപോലുള്ള ബഹുമാനം ഇതിന് മുമ്പേ വെള്ളി കിട്ടിയിട്ടുണ്ടോ? ഇല്ല. ആരും തരാത്ത ബഹുമാനം അനുമോള് തരും, അതാണ് അനുമോളുടെ സ്വഭാവം എന്നൊക്കെ പറഞ്ഞിട്ട് അനുമോളെ കുത്തുന്ന രീതിയിൽ ജിസയിൽ സംസാരിക്കുന്നത് നിങ്ങളാരെങ്കിലും കണ്ടായിരുന്നോ? ഞാൻ കണ്ടു. കാണാത്തവരുണ്ട്, ഞാൻ കാണിച്ചു തരാം കേട്ടോ. പിന്നെ നെവിൻ, ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ തന്നെ വളിപ്പ് തിന്നാൻ വേണ്ടി മാത്രം ഓവറാണ് നെവിനെ. ഇതൊക്കെ ശരിയാണ്, ഭക്ഷണം കഴിയുക കുക്ക് ഷോയാണ്. എന്നിട്ട് ആ ഒരു കണ്ടന്റ് തന്നെ എടുക്കുമ്പോൾ ഉണ്ടല്ലോ, ബിഗ് ബോസിൽ ആ കണ്ടന്റ് എടുത്തു ഓക്കെ, പക്ഷെ എല്ലാ ഷോയിലും ആ കണ്ടന്റ് തന്നെ എടുക്കുമ്പോൾ ഭയങ്കര ബോറായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. എന്താ അത് മാറ്റിയാൽ കൊള്ളാട്ടോ നെവിനെ. ഇനി അടുത്ത വരുന്നുണ്ടല്ലോ, അത് ഷൂട്ടും കഴിഞ്ഞാണ്. അത് 2 ആഴ്ച കഴിഞ്ഞിട്ടുള്ളൊരു ഷൂട്ടുണ്ടാവും. അപ്പോൾ ഇനിയെങ്കിലും അത്യാവശ്യം നല്ല രീതിയിലൊന്നും വെറുതെ ഭക്ഷണം അതൊക്കെ വേണം, പക്ഷെ ഓവറായ പ്രശ്നമാണ്. എവിനും കെവിനും ഒക്കെ അടിപൊളിയായിരുന്നു. മഹി എന്ന് പറഞ്ഞാൽ അവരൊക്കെ അടിപൊളിയാണ്. എല്ലാവരും കിട്ടില്ലായിരുന്നു. ആരും മോശം എന്ന് പറയാനായിട്ട് എനിക്ക് തോന്നിയില്ല. എന്തായാലും ഞാനിങ്ങനെ വളവളാന്ന് പറയുന്ന പോലെ നമുക്കതൊന്ന് ചില പാർട്സുകൾ കണ്ട് നമുക്ക് നോക്കാം അല്ലേ. എനിക്ക് സൗണ്ടിന് ചെറിയൊരു പ്രശ്നമുണ്ട്, ശരിയായി വരുന്നുള്ളൂ ഗൈസ്. കുഴപ്പമൊന്നുമില്ല, എനിക്ക് പ്രശ്നമൊന്നുമില്ല. പക്ഷേ സംസാരിക്കുമ്പോൾ സൗണ്ട് മാറിയ പോലെ എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നത്. അതുകൊണ്ടാണ് എനിക്ക് അങ്ങനെ വേറെ കുഴപ്പമൊന്നുമില്ല കേട്ടോ.
എന്തായാലും കുറേ പേരോട് ചോദിച്ചു ബേബി സൗണ്ട് പ്രശ്നമല്ല, എനിക്ക് വേറെ കുഴപ്പമൊന്നും എനിക്ക് ഫീൽ ചെയ്യുന്നില്ലെന്നേ. എന്തായാലും നമുക്ക് ഷോ കാണാം. ബസർ കേട്ടു, ഹിൻഡ്രൻസ് വെയർ ചെയ്യാൻ പറഞ്ഞു. എല്ലാ കുക്കേഴ്സും ഹിൻഡ്രൻസ് വെയർ ചെയ്തു. ആ സമയത്ത് അനുമോള് അശ്വിനെ കൊണ്ട് കുക്ക് ചെയ്യിപ്പിക്കുന്ന രംഗം നമുക്കൊന്ന് കാണാം. ഇവനത് എവിടുന്ന് വരുന്ന ഉള്ളി തൊലിക്കാൻ പറ്റും. ഞങ്ങളൊക്കെ ഉള്ളി പൊളിക്കാന്നാണ് കേട്ടോ പറയണേ. പല നാട്ടിലും പലതായിരിക്കുമല്ലോ പറയാം. ഒരു ഉള്ളി പൊളിക്കാൻ പോലും അറിയാൻ പാടില്ലാത്ത അശ്വിനെ ഉള്ളി ഉള്ളി തൊലിക്കാൻ, അതാണ് കേട്ടോ സുഖം പറയാൻ. ഓക്കെ, ഉള്ളി തൊലിക്കാൻ പഠിപ്പിക്കുന്ന അനുമോള്. ദേഷ്യം വന്നിട്ടുണ്ടല്ലോ, എടാ അങ്ങനെ അല്ലടാ മണ്ടോ, ഇവരെനിക്ക് വേണ്ട എന്നൊക്കെ പറഞ്ഞ് അച്ചപ്പാട് ബഹളമൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. അപ്പുറത്താണെങ്കിൽ സുബിനെ വെച്ചിട്ട്, സുബിൻ നല്ല ആളുടെ പേര്, സുബിൻ ആണെന്ന് തോന്നുന്നു, സുബിൻ വെച്ചിട്ട് നമ്മുടെ മച്ചൻ M4 Tech മച്ചൻ നല്ല എൻജോയ് ചെയ്യുന്നുണ്ട് കേട്ടോ. സുബിനും അത്യാവശ്യം നല്ല രീതിയിൽ കോമഡിയും കാണിക്കുന്നുണ്ട്, ഹെൽപ്പും ചെയ്യുന്നതായിട്ട് തോന്നി. വേറെ ഒക്കെ കണക്കാന്നേ. സത്യം പറയാൻ നമുക്കിത് കാണുമ്പോൾ തോന്നും ഇത് എന്തിനാ വെറുതെ ഒച്ചയും ബഹളമൊക്കെ ഉണ്ടാക്കുന്നത്. പക്ഷെ നമ്മളുണ്ടല്ലോ ഒരു കോമ്പറ്റീഷന് പോകുന്നു, നമ്മൾ ഫുഡ് ഉണ്ടാക്കാനായിട്ടാണ് പോകുന്നത്. അപ്പോൾ ആ സമയത്ത് അത് ഉണ്ടാക്കുന്നവർക്ക് അതിൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലാവുള്ളൂ. കറക്റ്റ് സമയത്ത് ഉണ്ടാവണം, ടേസ്റ്റ് ഉണ്ടാവണം, അത് വാല്യൂ ചെയ്യാൻ ആൾക്കാർ ഇരിക്കുന്നുണ്ട്, ജഡ്ജസ്മാർ ഇരിക്കുന്നുണ്ട്, അതും ഇരിക്കുന്ന സെലിബ്രിറ്റികളും. അപ്പോൾ പിന്നെ നമ്മൾ നല്ല ഫുഡ് ഉണ്ടാക്കി കൊടുക്കുക എന്ന് മാത്രമല്ല, കറക്റ്റ് സമയത്ത് ഉണ്ടാക്കണം. അതിനിടയിൽ സാധനങ്ങൾ കിട്ടുന്നില്ല, നമുക്ക് ചെയ്യാൻ പറ്റില്ല, നമ്മൾ ചെയ്യിപ്പിക്കണം. ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നടക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് ഭയത്തിലൊക്കെ സംസാരിച്ച് ചെയ്യാൻ പറ്റില്ല. ചിലപ്പോൾ നമ്മൾ ഒച്ചപ്പാടുണ്ടാക്കും, ബഹളം ഉണ്ടാക്കും. അതൊക്കെ ഓരോരുത്തരുടെ സ്വഭാവം, നമ്മൾ ഉള്ളിൽ നിന്ന് വരുന്നതാണ് ഈ പറഞ്ഞ പോലെ, അല്ലാതെ നമ്മളായിട്ട് ഉണ്ടാക്കി എടുക്കുന്നതല്ല. അതാണ് നമ്മൾ ഇതിൽ കാണുന്നത്. സമയത്താണ് ജിസയിൽ വന്ന് അനുമോളെ കുത്തുന്ന ഒരു രംഗമൊക്കെ വരുന്നത്. കണ്ടില്ലേ, ഒരു ഉള്ളി തൊലിക്കാൻ പോലും അറിയില്ല. അവനാണ് ചിക്കൻ കറി ഉണ്ടാക്കുക, അവന് ചിക്കൻ തോരൻ അങ്ങനെ എന്തൊക്കെ ഉണ്ടാക്കുന്നത് കേട്ടോ. പേഴ്സണലി അശ്വിൻ ഭയങ്കര പാവമായിട്ടുള്ള ഒരു വ്യക്തിയാട്ടോ, ഭയങ്കര പാവമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അശ്വിനെ. എനിക്ക് ഇഷ്ടപ്പെട്ട 2 പേരാണ് വന്നിരിക്കുന്നത്, അനുമോളും അശ്വിനും. സ്റ്റോർ റൂമിൽ പോയിട്ട് അനുമോൾ ഇതെടുക്കുന്നൊക്കെ പറഞ്ഞിട്ട് അശ്വിനൊന്നും എടുത്തു എന്തൊക്കെയോ എടുത്തോണ്ട് പോന്നു. എടുത്തോണ്ട് പോകുന്നില്ല, അപ്പുറത്തുനിന്നും എടുത്തോണ്ടോ. നമ്മൾ പണ്ട് നാടൻ പ്രദേശത്തൊക്കെ എന്താ പറഞ്ഞ പോലെ നമ്മൾ ഉപ്പും വെളിച്ചെണ്ണയും കൊടുക്കും, അവിടെ നിന്ന് വേറെ എന്തെങ്കിലും വാങ്ങിച്ചുകൊണ്ട് വരും. അങ്ങനത്തെ സംഭവം ഇതില്ലേ, എന്താ ബാട്ടർ സിസ്റ്റം, ആ സംഭവമാണ് കേട്ടോ ഇവിടെ നടക്കുന്നത്. അപ്പുറത്തെ വീട്ടിൽ നിന്ന് നമ്മൾ ഇച്ചിരി മുളക് പൊടി, ഇച്ചിരി കായപ്പൊടി എന്നൊക്കെ പറഞ്ഞ പോലെ അവിടെ നിന്ന് തൈരും വെളിച്ചെണ്ണയും മഞ്ഞപ്പൊടിയൊക്കെ എടുത്തുകൊണ്ട് വരാം. പറഞ്ഞ സമയത്ത് ഒന്നും എടുത്തില്ല, അപ്പുറത്ത് പുറത്തൊക്കെ പോയി അടിച്ചു മാറ്റുന്ന പരിപാടിയാണ് കേട്ടോ. അവിടെ ഇട്ടൊരു കുത്ത് ജിസേലിന്റെ ഒരു കാര്യം. എന്താ ജിസേൽ ഇത്? ബിഗ് ബോസ് ഷോ അല്ലല്ലോ ഇത് എന്താ പറയാ, കോമഡി അല്ലേ? കോമഡി ഇങ്ങനെ സീരിയസ് ആക്കിയാലോ ബോറാവില്ലേ ജിസയില് ആ സമയത്ത് അശ്വിനോട് പറയണേ, അശ്വിനെ നിനക്ക് ഇതുപോലെ ഇത്രയ്ക്ക് റെസ്പെക്റ്റ് കിട്ടിയിട്ടുണ്ടോ? ഇല്ല അല്ലേ? നിനക്ക് ആരും തരാത്ത റെസ്പെക്റ്റ് അനുമോള് തരും. ഭയങ്കരമായിട്ട് കുക്ക് ചെയ്യുന്നു. അശ്വിൻ അവിടെ നിന്ന് എണ്ണ എടുത്തുകൊണ്ട് അപ്പുറത്തുനിന്ന് സുചിത്രയുടെ നിന്ന് എണ്ണ എടുത്തിട്ട് വരാം കേട്ടോ. അപ്പോൾ എടുത്തുകൊണ്ട് വരുന്ന സമയത്ത് കുറച്ച് എണ്ണ താഴെ പോയാൽ എന്താ, കാല് തെറ്റും വീഴും. ഇതറിയാൻ പാടില്ലാത്തതുകൊണ്ടാണോ ജിസയിൽ അങ്ങനെ ഒരു ഡയലോഗ് അടിച്ചത്? അപ്പോൾ അശ്വിനാണെങ്കിൽ എണ്ണ അറിയാൻ പാടാത്തവരല്ല. അപ്പോൾ ഇങ്ങനെ എണ്ണയൊക്കെ ഒഴിക്കുമ്പോൾ പേടിയൊക്കെ ഉണ്ടാവും. ചൂടായ ചട്ടിയിലൊക്കെ എണ്ണ ഒഴിക്കുന്നു. അപ്പോൾ എണ്ണ താഴെ വീണിട്ടുണ്ട്. അനുമോള് നോക്കി ഒഴുക്കി എന്നൊക്കെ പറഞ്ഞ് നോക്കി ഒഴിക്കാനൊക്കെ പറയുന്ന സമയത്ത് ഒച്ചപ്പാടൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. ആ സമയത്താണ് ജിസേൽ വന്നിട്ട് പറയുന്നത്, അശ്വിനെ നിനക്ക് ഈ റെസ്പെക്റ്റ് കിട്ടിയിട്ടുണ്ടോ? ഇല്ലല്ലോ, ആരും തരാത്ത റെസ്പെക്റ്റ് അനുമോള് തരും. അതെന്തൊരു വർത്താനാണ് ജിസേൽ? ഇത് ബിഗ് ബോസ് ഷോ അല്ല കേട്ടോ, ഇത് കോമഡിയാണ്. അവിടെ ജഡ്ജസ്മാർ ഇരിക്കുന്നുണ്ട്. അത് കോമഡി ആക്കുന്ന സമയത്ത് സ്റ്റോർ കീപ്പർ വന്നിട്ട് ഒരു മടിപ്പൊക്കെ അടിച്ചിട്ട് ഷോ സീരിയസ് ആക്കാൻ പോകട്ടോ. എന്തായാലും അനുമോളത് മൈൻഡ് ചെയ്തില്ല. ജിസേലൊന്നും എന്നാൽ എനിക്ക് വലിയ പ്രശ്നമല്ല. എന്നാലും അനുമോളൊന്നും മൈൻഡ് ചെയ്തില്ല ഗൈസ്. ഈ ഷോ സ്ക്രീൻ സ്പേസ് ഇട്ടാണ്ടിട്ട് എന്താ ചെയ്യേണ്ടതെന്നൊരു ഇതുണ്ടാവില്ല. മേ ബി അതായിരിക്കാം അല്ലേ. 20 മിനിറ്റില് ഹിൻഡ്രൻസ് കഴിഞ്ഞിട്ടോ 20 മിനിറ്റില് സന്ധ്യാമ്മ അത് നന്നായി കുക്ക് ചെയ്ത് പ്ലേറ്റിംഗ് കഴിഞ്ഞു. ഇനി എന്ത് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞുവിടാം. ഭയങ്കര കുക്കിങ്ങിന്റെ തിരക്കിലാണ്. ആ സമയത്ത് ഇവിടെ മീനാക്ഷി എന്താ കുക്കിംഗ് കഴിഞ്ഞു കേട്ടോ, ഞങ്ങളുടെ എന്തോ വലിയ കാര്യത്തിൽ ചെയ്ത പോലെ അവർ ഞണ്ട് കഴുകാൻ പറഞ്ഞിട്ട് അതുപോലും കഴുകാത്ത ആളാട്ടോ വന്നിട്ട് ഞങ്ങളുടെ കുക്കിംഗ് ഒക്കെ കഴിഞ്ഞിട്ടോ. അത് സന്ധ്യാമ്മ കിടിലോട്ട് ചെയ്തു. അറിയാലോ ആളുടെ ഭക്ഷണം
അടിപൊളിയായിട്ട് പുള്ളി ഉണ്ടാക്കും. ഞണ്ട് കറി, മീൻ കറിയൊക്കെ ഉണ്ടാക്കുന്നു, കടലിൽ നിന്ന് എടുത്തുകൊണ്ട് വരുന്നു, കറി വെട്ടുന്നു, കഴുകുന്നു, കറി വെക്കുന്നു, അങ്ങനത്തെ പരിപാടിയാണ് നമ്മൾ കണ്ടിട്ടുള്ളതല്ലേ. അപ്പോൾ എക്സ്പേർട്ടാണ് പുള്ളിക്കാരി. പക്ഷെ വേഗം ഫുഡ് ഉണ്ടാക്കുന്നതിലല്ല, രുചിയോടെ ഉണ്ടാക്കുന്നതാണ്. പക്ഷെ അവർക്ക് രുചിയോടെ ഉണ്ടാക്കാൻ അറിയില്ലെന്നല്ല കേട്ടോ പറയുന്നത്, അറിയായിരിക്കും. പക്ഷെ ഇത് കോമ്പറ്റീഷൻ ആകുമ്പോൾ നമ്മൾ എല്ലാ സാധനങ്ങളും കറക്റ്റായിട്ട് കിട്ടണം, ടേസ്റ്റ് കിട്ടണം. അവിടെ വിധികർത്താക്കന്മാർ ഇരിക്കുന്നുണ്ട്, അതൊക്കെ നോക്കണം. സ്പീഡ് ചെയ്തു എന്നുള്ളതിലല്ലല്ലോ കാര്യം. അത് ഇവർ മനസ്സിലാക്കേണ്ട ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യമായിരുന്നു. വേഗം ഫുഡൊക്കെ ഉണ്ടാക്കി എന്താ പറയുക, ഗാർണിഷൊക്കെ ചെയ്ത് വെച്ചിട്ട് കാര്യം ഉണ്ടായില്ല. കുഴപ്പമില്ല, നമുക്ക് നോക്കാം. അടുത്ത ഫസ്റ്റ് ഡേ അല്ലേ. ഇവിടെ സീരിയസ് ആയിട്ട് കുക്ക് ചെയ്യാൻ സുചിത്ര പറഞ്ഞോളൂ, ചെമ്മീൻ ബിരിയാണി ഉണ്ടാക്കുന്നത്. അവൻ്റെ കണ്ണ് അപ്പുറത്തൊക്കെ, അവൻ കെവിനാണാവോ. ഓ, ചെമ്മീനൊക്കെ ഇത് പൊരിച്ചു വെച്ചാൽ സാബുച്ചേട്ടൻ പറയുന്നുണ്ട് നല്ലോണം ഇരിക്കട്ടെ. ബട്ടറല്ല എന്തോ ഇതൊക്കെയാണ് അവർ ഇടുന്നത്. ബട്ടറല്ലെന്ന് തോന്നുന്നു, ബട്ടർ തൂക്കി ഇടുന്നത്. അപ്പോൾ സാബുച്ചേട്ടൻ പറഞ്ഞത് നമ്മുടെ പൈസ ഇല്ലല്ലോ. ശരിയാണ്, നമ്മുടെ വീട്ടിലുണ്ടാക്കുമ്പോൾ നമ്മൾ തൊടിച്ചിടുള്ളൂ, നമ്മൾ സാധനങ്ങൾ തീരുള്ളൂ. ബട്ടറിനൊക്കെ എന്താ റേറ്റ്. പക്ഷെ മറ്റുള്ളവരെയാകുമ്പോൾ നമുക്ക് കുറേ ഇടാലോ. ചിന്നു ശരിയാ. നിങ്ങൾ അവരുടെ അവസ്ഥ വെച്ചേക്ക്. അവർക്ക് മാത്രമേ കുക്ക് ചെയ്യാൻ അറിയത്തുള്ളൂ, കുക്കേഴ്സിന്. പക്ഷെ അവർക്കാണെങ്കിൽ കയ്യില്ല, ഹിൻഡ്രൻസ് വേറെ തിരിക്കല്ലേ. അവർക്കാണെങ്കിൽ കുക്ക് ചെയ്യാനില്ല. മറ്റേ ഇവർക്ക് ഒരു കുക്കിങ്ങിൻ്റെ എലിജിബിലിറ്റി നമ്മളത് ഇവരെക്കൊണ്ട് കുക്ക് ചെയ്യിപ്പിക്കണം. എന്നാലും ഫ്രീജിക്ക് ചിന്നൊന്നും കുക്കിങ് അറിയില്ല, ഞാൻ പ്ലാൻ പറയാം. ദൈവമേ, ഇവരൊക്കെ ഒഴിക്കണേ വെളിച്ചെണ്ണ വെള്ളമാണോ, വെളിച്ചെണ്ണയൊക്കെ ഒഴിക്കണത്. ദൈവമേ, അവർക്ക് കൊളസ്ട്രോളൊക്കെ വരാണ്ട് ഭാഗ്യം. ഇതാണ് ഗൈസ് കുക്ക് കോമഡി. സീരിയസ് ആയിട്ട് കുക്ക് ചെയ്യുന്നതിനിടയിൽ കൂടെ കോമഡി ഇങ്ങനെ നാച്ചുറലായിട്ട് വരുത്താൻ ഇവർക്കല്ലാണ്ട് വേറെ ആർക്ക് പറ്റി? ഇന്നത്തെ ഷോയിൽ നിങ്ങൾ പറ, വേറെ ആർക്ക് പറ്റി? ഇവരൊക്കെ കോമഡി ഉണ്ടാക്കാനൊക്കെ നോക്കുന്നുണ്ട്, ആർട്ടിഫിഷ്യലി അത് ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷെ കുഴപ്പമില്ല, അവരുടെ ജോലിയല്ല, അവർ ചെയ്യട്ടെ. പക്ഷെ ഉണ്ടല്ല, സീരിയസ്ലി ഇന്നലത്തെ ദിവസം എല്ലാം കൊണ്ടും അശ്വിനും അനുമോളും തൂക്കി. ഈ ഷോ കഴിയുമ്പോൾ ഇനിയിപ്പോൾ അടുത്ത ആഴ്ച മാറും, പെയേഴ്സ് മാറും. അനുമോളുടെ കൂടെ തന്നെയാണ് അശ്വിൻ ഉണ്ടെങ്കിലുണ്ടല്ലോ, ഈ ഷോയുടെ അവസാന ദിവസം അശ്വിൻ നല്ലൊരു ഷെഫായി മാറും. ചേട്ടൻ്റെ പൂക്കി എനിക്ക് സാബുചേട്ടൻ വലിയ കാര്യത്തിന് ഉപദേശിക്കാൻ വന്നതാണ്. തിളച്ചു നിൽക്കുന്ന സാമ്പാർ പോലെയാണ് അനുമോൾ ആ സമയത്ത്. ഇവിടെ അത്രയും സീരിയസ് ആയിട്ട് കുക്ക് ചെയ്യാൻ പഠിപ്പിക്കണം. അതിൻ്റെ ഇടയ്ക്ക് അവൻ്റെ കശുവിൻ്റെ കണ്ണ് അശ്വിനെ പൊള്ളിയാട്ടോ, അശ്വിനെ സൂപ്പർ. ഇപ്പം മീനാക്ഷി ഡെയിനൊക്കെ ആണെങ്കിൽ എന്താ പറയുക, കോമഡി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുക. പക്ഷേ ഇതൊക്കെ നാച്ചുറലി വരുന്നത് അപ്പോഴേ നമുക്ക് ഉള്ളിൽ നിന്ന് അതിലല്ലേ നമ്മൾ കോമഡിയാണ് ഇത് ഫുള്ള് എന്നുള്ളൊരു സെൻസിൽ കണ്ടാൽ ഓക്കെ. പക്ഷേ നാച്ചുറലായിട്ട് വരുന്നത് കണ്ടാൽ നമുക്കത് മനസ്സിലാവും. അശ്വിൻ പൊള്ളിയാണ്, ഒരു രക്ഷയില്ല അശ്വിനെ.
ഇളക്കടാ എന്ന് പറയണ നിങ്ങളാക്കടാ. അവരെന്താ അറിയാം, പാവല്ല, അവൻ്റെ കഷ്ടപ്പാടാട്ടോ സത്യം പറഞ്ഞാൽ. പണത്തിന് ഇടക്ക് പൂട്ട് കച്ചവടം എന്ന് പറയില്ലേ, അതേപോലെ അവിടെ കുക്ക് ചെയ്യുന്ന റൊമാൻസ്. കോമഡി നമ്മൾ ചിരിക്കണം, പ്രേക്ഷകർ കാണണം, അവർക്ക് സ്ക്രീൻ സ്പേസ് കിട്ടണം, അവർ ചിരിക്കണം എന്ന് പറഞ്ഞിട്ട് ഉണ്ടാക്കിയെടുക്കുകയാണ്. പക്ഷെ ഇതാ ഈ പോർഷനിൽ ഇതാണ് ഇതിൻ്റെ ഹൈലൈറ്റ്. ഇവർ രണ്ടുപേരും കോമഡി ഉണ്ടാക്കില്ല, നാച്ചുറലി അത് വരുവാണ്. ഷോ കഴിഞ്ഞു. ഇനി വിധി. ഇതിൽ നളൻ പറഞ്ഞ ഒരു ഇതുണ്ട്, ആ വലിയേട്ടൻ പുള്ളി പറഞ്ഞത് അത് യോജിക്കുന്നില്ല. നിനക്കതിനകത്ത് യോഗ്യത ഇല്ലെന്ന് പൂക്കിയെടുത്ത് പറയുന്നുണ്ട്. പൂക്കിക്ക് എന്താ യോഗ്യത ഇല്ലാത്ത? പൂക്കിയല്ലേ അത് അത്രയും ചെയ്തത്. അനുമോള് അടി കൊണ്ട്, അനുമോളുടെ അടി കൊണ്ട് ചീത്ത കേട്ട് വഴുക്ക് കേട്ട് ഇങ്ങനെ മറ്റുള്ളവരൊക്കെ എൻജോയ് ചെയ്ത് അപ്പുറത്തും ഇപ്പുറത്തൊക്കെ ഓടി നടക്കുമ്പോൾ അശ്വിന് ഓടി നടക്കാൻ പറ്റുമോ? അശ്വിൻ അവിടെ അനുമോള് ലോക്ക് ചെയ്ത് വെച്ചിട്ട് കുക്ക് ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കണമായിരുന്നു. അപ്പോൾ എന്ന് പറഞ്ഞാൽ രണ്ടാൾക്ക് ഈക്വൽ ഇമ്പോർട്ടൻസ് ഉണ്ട്. പക്ഷെ അനുമോളെ സമ്മതിച്ചു കൊടുക്കണം കേട്ടോ. ഒരു ഫ്ലെയിം പോലും കത്തിക്കാൻ അറിയാൻ പാടില്ലാത്ത ആളെ കൊണ്ട് ഒരു ചിക്കൻ തോരൻ ഉണ്ടാക്കിച്ച്, സാലഡ് ഉണ്ടാക്കിച്ച്, ചോറുണ്ടാക്കിച്ച്, അടിപൊളി. എന്തായാലും ഇന്നലത്തെ ദിവസത്തെ എപ്പിസോഡിൽ വിധി എഴുതി. ഫസ്റ്റ് ഡേ ആയിരുന്നു കുക്കിങ്ങിൻ്റെ. വിധി അനുമോളെ വെട്ടിക്കാനായിട്ട് അവിടെ ഒരാളും ഇല്ലെന്ന് നാളെ ഞാൻ പറഞ്ഞല്ലോ കേട്ടോ, ഭാവന നളനും പറഞ്ഞതാ. കിടിലൻ കുക്കാണെന്ന് എഴുതി കൊടുത്തിരിക്കുകയാണ്. എന്തായാലും ഇന്നലത്തെ എപ്പിസോഡ് വളരെ രസകരമായിട്ട് അവസാനിച്ചു. പിന്നെ അതാ ഈ പറഞ്ഞ പോലെ അതിനിടയിൽ ജിയോ മച്ചാൻ ഒരു വളരെ സെൻറ്റിമെൻ്റൽ സ്റ്റോറി പറഞ്ഞു. അത് ഞാൻ അടുത്തൊരു വീഡിയോ ഇട്ട് വരാം കേട്ടോ. അതെനിക്ക് ഭയങ്കര വിഷമം തോന്നി. ഇതിപ്പോൾ ഒരു ലെങ്തി വീഡിയോ ആകും, അതുകൊണ്ടാണ്. ഇന്നലത്തെ ദിവസത്തെ എപ്പിസോഡ് നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം പറയാം. എങ്ങനെ ഉണ്ടായിരുന്നു ഷോ? കിഡിലായിട്ട് പോയിട്ടുണ്ടായില്ല? ഇനി ആരൊക്കെ ഇനി പുതിയ കാര്യങ്ങളൊക്കെ ഈ ഷോയിലൊക്കെ വരും. അതൊക്കെ എന്തൊക്കെയാണെന്ന് നമുക്ക് കാണാം. ഗൈസ്, നിങ്ങൾ കോമഡി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യണ്ട. നാച്ചുറലി ഇതുപോലെ വരും. നമുക്ക് പ്രേക്ഷകർക്ക് നാച്ചുറലി വരുന്നതും ഉണ്ടാക്കിയെടുത്ത് വരുന്നതും തിരിച്ചറിയാൻ പറ്റും. നമ്മുടെ സപ്പോർട്ടും അതനുസരിച്ച് ഡിവൈഡായി പോകും. അപ്പോൾ നിങ്ങൾ ബോറടിപ്പിക്കുന്നില്ല, ആരും ബോറടിപ്പിക്കുന്നില്ല. നിങ്ങളൊക്കെ അടിപൊളിയായിട്ട് ചെയ്യുന്നത്, നമ്മളൊക്കെ നല്ല രീതിയിൽ എൻജോയ് ചെയ്യിപ്പിക്കുന്നുണ്ട്. പക്ഷെ നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സണാലിറ്റി ഉണ്ട്, നിങ്ങൾക്ക് നിങ്ങളുടേതായ രീതിയുണ്ട്. അതിനനുസരിച്ച് മുന്നോട്ട് പോവാം. അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഈ പറഞ്ഞ പോലെ എൻജോയ് ചെയ്യാൻ പറ്റും. അല്ലാതെ നമ്മൾ ചിരിക്കണം, കോമഡിയാണ്, ഇത് കോമഡി ഷോ ആണ്, നമ്മളൊരു പ്രതിഫലം മേടിക്കുന്നുണ്ട് എന്ന് കരുതിക്കൊണ്ട് നിങ്ങൾ ചുമ്മാ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കോമഡി നമ്മൾ ചിരിക്കാൻ വേണ്ടി ഉണ്ടാക്കിയെടുക്കേണ്ട. നാച്ചുറൽ ഇത് വരട്ടെ. ഇന്നലത്തെ ഷോയിൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഈ പൂക്കിയും ഈ കുക്കുമാണ് കൊണ്ടുവരുന്നത്. വേറെ ആരുമല്ല, അനുമോളും അശ്വിനാണ് തൂക്കിയിരിക്കുന്നത്. പേഴ്സണലി എനിക്ക് ഇവർ ഇഷ്ടമുള്ളതുകൊണ്ട് പറയണല്ല. നിങ്ങൾ തന്നെ എപ്പിസോഡ് കണ്ടിട്ടുണ്ടാവും. നിങ്ങൾ കണ്ടിട്ട് നിങ്ങൾ തന്നെ വിധി എഴുതി. ഇപ്പോഴുള്ള ക്ലിപ്സ് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാം. മറ്റുള്ളവർക്ക് ഭയങ്കര സീരിയസ് ആയിട്ട് കുക്ക് ചെയ്യണം, ചിലർ കോമഡി കൊണ്ടുവരാൻ നോക്കുന്നുണ്ട്, അങ്ങനെ ചീറ്റി പോകുന്നു. പിന്നെ ഈ പറഞ്ഞ പോലെ എന്തൊക്കെയോ അപാകതകൾ ഫീൽ ചെയ്തു ഫസ്റ്റ് ഡേ അല്ലേ. ഇനിയുള്ള ദിവസങ്ങളിൽ അതൊക്കെ ഓക്കെ ആവും, നമുക്ക് പ്രതീക്ഷിക്കാം. എന്തായാലും ഇന്നത്തെ ദിവസത്തെ എപ്പിസോഡ് അശ്വിനും അനുമോളും തൂക്കി. ജിസയിലെ ഇനിയെങ്കിലും ബിഗ് ബോസിലുള്ള സ്ട്രാറ്റജി ആയിട്ട് ഇവിടെ വന്നേക്കല്ലേ. നമുക്ക് നോക്കാം ഇനിയുള്ള ദിവസങ്ങൾ എങ്ങനെയായിരിക്കുമെന്ന്. എല്ലാം നമുക്ക് കാത്തിരുന്ന് കാണാം അല്ലേ. അപ്പോൾ നമ്മുടെ ഗുരുമന്ത്ര അപ്ഡേറ്റ് ഒരുപാട് പേര് എന്നോട് ചോദിക്കുന്ന ഒരു കാര്യമാണ്. പറഞ്ഞാലേ പലർക്കും ശത്രുക്കൾ ഉണ്ടാവും, കൂടോത്രം അല്ലെങ്കിൽ നെഗറ്റീവ് എനർജി ഒക്കെ വന്നിട്ടുണ്ടാവും. അപ്പോൾ അതിനൊരു പ്രൊട്ടക്ഷൻ എന്നോട് കുറേ പേര് ചോദിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും നമുക്ക് അതിനൊരു ട്രിപ്പിൾ പ്രൊട്ടക്ഷൻ ഉണ്ട്. നമുക്ക് ആ ട്രിപ്പിൾ പ്രൊട്ടക്ഷൻ ബ്രേസ്ലെറ്റ് ഉണ്ടോ, അത് നിങ്ങൾ വെയർ ചെയ്യുക. നിങ്ങളെ ഇട്ടിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങൾക്ക് ചുറ്റുമുള്ള എന്തെങ്കിലും നെഗറ്റീവ്സ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ആ സ്റ്റോൺസ് നിങ്ങൾ ധരിക്കുമ്പോൾ തന്നെ 2-3 ദിവസത്തിനുള്ളിൽ നിങ്ങൾക്കത് തിരിച്ചറിയാൻ പറ്റും. അതിനുശേഷം നമുക്ക് സൊല്യൂഷൻ എടുക്കാം. തീർച്ചയായിട്ടും നിങ്ങളത് മനസ്സിലാക്കിയിട്ടായിരിക്കുമല്ലോ നമ്മുടെ അടുത്ത് വരുന്നത്. അപ്പോൾ ട്രിപ്പിൾ പ്രൊട്ടക്ഷൻ ബ്രേസ്ലെറ്റ് ഉണ്ട്, അത് ധരിക്കാം. അത് ധരിച്ചു കഴിയുമ്പോൾ നിങ്ങൾക്ക് ഒരു നെഗറ്റീവ് ഏറ്റിട്ടുണ്ടെങ്കിൽ അത് 3 ദിവസത്തിനുള്ളിൽ അതിൻ്റെ സ്റ്റോൺസിൽ പൊട്ടലേക്കും. അത് നമ്മൾ മണ്ണിൻ്റെ ഇടയിൽ കുഴിച്ചിടാം, അല്ലെങ്കിൽ വെള്ളത്തിൽ ഒഴുക്കിക്കളയാം. അപ്പോൾ എല്ലാവർക്കും വെള്ളത്തിൽ ഒഴുക്കിക്കളയാനുള്ള സൗകര്യം ഉണ്ടായെന്ന് വരില്ല. അങ്ങനെയുള്ളവർക്ക് മണ്ണിൻ്റെ അടിയിൽ കുഴിച്ചിടാം. അല്ലാന്നുണ്ടെങ്കിൽ മണ്ണ് ഫ്ലാറ്റിലൊക്കെ താമസിക്കുന്നവർക്ക് മണ്ണിൻ്റെ അടിയിൽ കുഴിച്ചിടാൻ പറ്റില്ലെങ്കിൽ നിങ്ങൾ ഒഴുകുന്ന വെള്ളത്തിലേക്ക് ഒഴുക്കിക്കളയുക. അതായത് നമ്മുടെ ദോഷങ്ങൾ, നമ്മുടെ ഏറ്റിട്ടുള്ള നെഗറ്റീവ്സ് നമ്മൾ പ്രകൃതി യൂണിവേഴ്സിന് കൊടുക്കുന്നു. യൂണിവേഴ്സ് അത് പോസിറ്റീവ് ആക്കിയിട്ട് നമ്മളിലേക്ക് തരുന്നു.
ആ ഒരു കോൺസെപ്റ്റോട് കൂടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഒരുപാട് പേര് എന്നോട് ചോദിക്കുന്ന കാര്യമാണ് നെഗറ്റീവ്സിൻ്റെ കാര്യം. അപ്പോൾ ഒരുപാട് അവർക്ക് ഞാൻ ബ്ലാക്ക് ഒബ്സിഡിയനും കാര്യങ്ങളൊക്കെ കൊടുക്കും. പക്ഷേ ചിലർക്ക് അത് പറ്റില്ല, അവർക്ക് ട്രിപ്പിൾ പ്രൊട്ടക്ഷൻ തന്നെ എടുക്കേണ്ടതായിട്ട് വരും. അപ്പോൾ അത് ധരിക്കുക. പിന്നെ നമുക്ക് റേക്കി എനർജൈസ് ചെയ്തിട്ടാണ് നിങ്ങളുടെ കൈകളിലേക്ക് ഓരോ പ്രോഡക്റ്റ് എത്തുന്നത്. റേക്കിക്ക് അത്രമാത്രം പവർ ഉണ്ട് ഗൈസ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ആ കാര്യത്തിൽ യാതൊരു വിഷമിക്കേണ്ട ആവശ്യമില്ല. ഒരുപാട് പേര് വിഷമിച്ചിട്ടൊക്കെയാണ് പറയുന്നത്. എന്തിനാണ് വിഷമിക്കുന്നത്? ഗുരുമന്ത്രയിൽ കണക്ട് ചെയ്യുന്ന ഓരോരുത്തരും യൂണിവേഴ്സ് ഡിസൈഡ് ചെയ്തിട്ടുള്ളവരായിരിക്കും. അല്ലെങ്കിൽ യൂണിവേഴ്സിൻ്റെ പവറാണ് നമ്മൾ ഈ ഓരോ സ്റ്റോൺസിലും കൊടുക്കുന്നത്. അപ്പോൾ യൂണിവേഴ്സ് ഡിസൈഡ് ചെയ്തവർക്ക് മാത്രമേ ഗുരുമന്ത്രയെ കണക്ട് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മളെ കണക്ട് ചെയ്യാനും നമ്മുടെ ഇന്ന് ഓരോ പ്രോഡക്റ്റ് വാങ്ങിക്കാനും നിങ്ങൾക്കത് ധരിക്കാനുമുള്ള ആ ഒരു ബ്ലെസ്സിങ് ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് തന്നെ നിങ്ങൾ ആരും വിഷമിക്കേണ്ട. നിങ്ങളുടെ പ്രോബ്ലം ഒക്കെ സോൾവ് ആകും എന്നുള്ളത് കൊണ്ടാണ് നിങ്ങൾ ഗുരുമന്ത്രയെ കണക്ട് ആയത്. ഓഫർ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇന്നും കൂടി ആ ഒരു ഓഫർ ഉണ്ട്. അത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വീഡിയോയുടെ ക്ലിപ്പ് തന്നെ ഞാൻ വെക്കാം. ഞാൻ റിപ്പീറ്റ്ലി പറയാത്ത വേറെ ഒന്നുകൊണ്ടല്ല. കൂടുതൽ ഡീറ്റെയിൽസിനായിട്ട് ഈ നമ്പറിലേക്ക് ഒന്ന് കണക്ട് ചെയ്യാം. ബിസിനസ് ഗ്രോത്ത്, കരിയർ ഗ്രോത്ത്, ട്രിപ്പിൾ പ്രൊട്ടക്ഷൻ, അങ്ങനെ ട്രാവൽ പ്രൊട്ടക്ഷൻ, അങ്ങനെയുള്ള നിങ്ങളുടെ ഓവറോൾ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടുള്ള ബ്രേസ്ലെറ്റുകളെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഇതാ ഈ വീഡിയോയിൽ പറയാം കേട്ടോ. ഈ ബ്രേസ്ലെറ്റ് എന്താണെന്നറിയോ? ട്രാവൽ പ്രൊട്ടക്ഷൻ. നമ്മൾ ട്രിപ്പൊക്കെ പോകൂലേ, അല്ലെങ്കിൽ വേണ്ട നമ്മൾ പുറത്തേക്ക് പോകില്ലേ, ജോലിക്ക് പോകൂലേ. ചിലർക്ക് ജോലി അടുത്തായിരിക്കും ജോബ് ഉണ്ടാവുക, ചിലർക്ക് ദൂരെ ആയിരിക്കും. ഇപ്പോൾ സാറ്റർഡേ സൺഡേ വരും, എന്നിട്ട് മൺഡേ മോർണിംഗ് പോകും, പിന്നെ ഫ്രൈഡേ ഈവനിങ് വരും, അങ്ങനെ ഇങ്ങനെ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ. അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ ഒരുപാട് ഉപകാരപ്പെടുന്ന ഒരു ട്രാവൽ പ്രൊട്ടക്ഷൻ ബ്രേസ്ലെറ്റാണ്. നമ്മൾ പുറത്തിറങ്ങി നമ്മൾ പലരെയും കാണും, പല സ്ഥലങ്ങളിലും പോകും, അവിടെയൊക്കെ പല പല എനർജി ഉണ്ടാകും. അത് പോസിറ്റീവ് ആവാം, നെഗറ്റീവ് ആവാം. ട്രാവൽ ചെയ്യുമ്പോൾ നമ്മളത് എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. അപ്പോൾ നമ്മളതിൽ നെഗറ്റീവ് എനർജി അവിടെയൊക്കെ ഉണ്ടെന്ന് നമുക്ക് ഫീൽ ചെയ്താലും നമ്മൾ ആ സ്ഥലങ്ങളൊക്കെ പോയി കാണും. പ്രത്യേകിച്ച് പാറമട, കൊക്ക അങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ പോകുമ്പോൾ അത് തന്നെ ആണെന്നില്ല, എവിടെ ട്രിപ്പ് പോയാലും നമ്മൾ ആ സ്ഥലങ്ങളൊക്കെ പോയി കാണും. പക്ഷേ പല എനർജി നമ്മുടെ എനർജി അങ്ങോട്ടേക്ക് വലിക്കും. അത് നമ്മൾ അറിയുന്നുണ്ടാവില്ല. നമ്മളെ പോലും അറിയാണ്ട് നമ്മൾ ആ എനർജിയിലേക്ക് പോകും. അതിനൊക്കെ ഒരു പ്രൊട്ടക്ഷൻ വേണ്ടേ നമുക്ക്? നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു ബ്രേസ്ലെറ്റ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ, ഈ ഒരു ബ്രേസ്ലെറ്റ് ഇട്ടുകൊണ്ട് നമുക്ക് വരാൻ പോകുന്ന അപകടങ്ങൾ തടയുമെന്നല്ല കേട്ടോ ഞാൻ പറയുന്നത്. ഇത് റേക്കി എനർജൈസ് ചെയ്തിട്ട് അല്ലെങ്കിൽ റേക്കി ഹീൽ ചെയ്തിട്ട് നിങ്ങളിത് ഉപയോഗിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ സ്റ്റോൺസിലുള്ള എനർജി നമ്മുടെ എനർജിയെ പ്രൊട്ടക്റ്റ് ചെയ്യും. റേക്കി ഹീൽ ചെയ്തിട്ടാണ് കേട്ടോ നിങ്ങളുടെ കൈകളിലേക്ക് എത്തിക്കുന്നത്. ഈ റേക്കി ഹീലിംഗ് 100% ഫ്രീ ആയിട്ടാണ് ഗുരുമന്ത്ര കൊടുക്കുന്നത്. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ. റേക്കി ഹീൽ ചെയ്തിട്ട് ഈ ഒരു ബ്രേസ്ലെറ്റ് ഉണ്ടല്ലോ നിങ്ങൾ ധരിക്കാം. ട്രാവൽ പ്രൊട്ടക്ഷനാണ്. ഇതിപ്പോൾ ട്രിപ്പ് പോകുന്നവർക്ക് മാത്രം ധരിക്കാനുള്ള ഒരു ബ്രേസ്ലെറ്റ് ആണെന്നൊന്നും ഞാൻ പറയുന്നില്ല. നമ്മൾ ട്രാവൽ ചെയ്യുമ്പോൾ, നമ്മൾ യാത്ര ചെയ്യുമ്പോൾ നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു സ്റ്റോണിൻ്റെ എനർജി നമ്മളെ ഹെൽപ്പ് ചെയ്യും. എത്ര പേരാ ബൈക്ക് എടുത്തിട്ട് പോകുന്നത്, എത്ര പേരാ കാർ എടുത്തിട്ട് വർക്കിന് പോകുന്നത്, അതും അല്ലെങ്കിൽ ബസ്സിന് പോകുന്നവരും ഉണ്ടാകും. നമുക്കറിയില്ല. നമ്മൾ പുറത്തേക്ക് പോകുന്നത് ഓരോരോ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. അത് കഴിഞ്ഞ് സേഫായിട്ട് നമ്മൾ വീട്ടിലെത്തും എന്നുള്ളൊരു പ്രതീക്ഷയിൽ തന്നെയാണ് പ്രാർത്ഥിച്ച് നമ്മൾ പുറത്തേക്ക് പോകുന്നത്. പല എനർജീസും നമുക്ക് ചുറ്റുമുണ്ട്. അത് നമുക്ക് കാണുന്നതും ഉണ്ടാവും, നമ്മൾ കാണാത്തതും ഉണ്ടാകും. അപ്പോൾ ആ എനർജീസ് ഒക്കെ നമ്മുടെ എനർജിയെ കീഴ്പ്പെടുത്തി നമുക്ക് കുഴപ്പങ്ങളൊന്നും ഇല്ലാണ്ട് നമ്മൾ സേഫായിട്ട് നമുക്ക് ട്രാവൽ ചെയ്യാനായിട്ട് ഈ സ്റ്റോൺസ് നമ്മളെ ഹെൽപ്പ് ചെയ്യും. ഈ ബ്രേസ്ലെറ്റിലുള്ള സ്റ്റോൺസ് ഒന്ന് സ്മോക്കി ക്വാർട്സ് ഉണ്ട്, ഹെമിറ്റൈറ്റ് ഉണ്ട്, ബ്ലാക്ക് ഒബ്സിഡിയൻ ഉണ്ട്. ഇത് മൂന്നും നിങ്ങൾക്കറിയാം നെഗറ്റീവ് എനർജിയിൽ നിന്ന് നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നു, നമ്മളെ സേഫായിട്ട് നമുക്ക് ചുറ്റും ഒരു സേഫ്റ്റി നൽകുന്നു. ഈ ഒരു ബ്രേസ്ലെറ്റ്. അപ്പോൾ ഇത് റേക്കി എനർജൈസ് ചെയ്തിട്ടാണ് കേട്ടോ നിങ്ങൾക്ക് ഞാൻ തരുന്നത്. അപ്പോൾ റേക്കി ഹീൽ ചെയ്ത് നിങ്ങളിത് ധരിക്കുകയാണെങ്കിൽ നിങ്ങൾക്കൊരു പ്രൊട്ടക്ഷൻ കവചം പോലെ ഈ ബ്രേസ്ലെറ്റിൻ്റെ ഒരു എനർജി നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. യൂണിവേഴ്സിൻ്റെ പവറാണ്. നമ്മളിതൊരു മതത്തെ റെപ്രസെൻറ്റ് ചെയ്തിട്ടല്ല നമ്മളിതൊന്നും ചെയ്യുന്നത്. ഇതൊക്കെ യൂണിവേഴ്സിൻ്റെ ഒരു പവർ വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ബ്രേസ്ലെറ്റിൽ ഹീൽ ചെയ്യുന്നത്. അപ്പോൾ ഇത് വേണ്ടവർ ഈ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഇപ്പോൾ തന്നെ ഓർഡർ പ്ലേസ് ചെയ്യുക. ധാരാളം വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് ദിവസം നിങ്ങളെ കാണിച്ചതേ ഉള്ളൂ. ഒരുപാട് പേര് ചോദിക്കുന്ന ഒരു ബ്രേസ്ലെറ്റാണ്. ഒരുപാട് ട്രാവൽ ചെയ്യുന്ന, എൻ്റെ ഹസ്ബൻഡിന് ഒരുപാട് ദൂരെ പോകണം അങ്ങനെയൊക്കെ പറഞ്ഞ് ഒരുപാട് പേര്, എൻ്റെ മോൻ ഒരുപാട് ദൂരെ യാത്ര ചെയ്യുന്നവനാണ്, അവൻ എപ്പോഴും വർക്ക് ചെയ്യുന്നത് ദൂരെ ട്രാവൽ ചെയ്തുകൊണ്ടാണ് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പേര് എന്നോട് പറയാറുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഒരു പ്രൊട്ടക്ഷനാണ് എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. ഈ ഒരു ബ്രേസ്ലെറ്റ് വാങ്ങി ധരിച്ചാൽ മതി കേട്ടോ. ഇത് റേക്കി എനർജൈസ് ചെയ്തിട്ട് ധരിക്കണേ. അപ്പോൾ റേക്കി എനർജൈസ് ചെയ്ത് ഞാൻ തരാം. ഫ്രീ ആയിട്ടാണ് ഞാൻ റേക്കി എനർജൈസ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. പിന്നെ ഒരുപാട് പേര് ചോദിക്കുന്ന ഒരു കാര്യമാണ് ബിസിനസ്. ഞാൻ ബിസിനസ് ചെയ്യാണ്. എൻ്റെ ബിസിനസ്സിലേക്ക് ആൾക്കാർ വരുന്നില്ല. എൻ്റെ പ്രോഡക്റ്റൊക്കെ കണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ട്. പക്ഷേ എൻ്റെ അടുത്ത് വാങ്ങിക്കാതെ മറ്റൊരാളുടെ അടുത്തേക്ക് പോകുന്നു, വിലയൊക്കെ ചോദിച്ചിട്ട് മറ്റൊരാളുടെ അടുത്തേക്ക് പോകുന്നു എന്നൊക്കെ പറഞ്ഞ് കുറിപ്പിച്ചവർ വരുന്നുണ്ട്. അതായത് ബിസിനസ് നടക്കുന്നില്ല. അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ട് ഞാനൊരു ബ്രേസ്ലെറ്റ് ഇറക്കിയിട്ടുണ്ട് കേട്ടോ. ഇത് നമ്മുടെ മണി മാഗ്നറ്റിൻ്റെ പോലെ ഇരിക്കും, പക്ഷേ സ്റ്റോൺസിൽ കുറച്ച് ഡിഫറൻസ് ഉണ്ട്.
കോൺസൊക്കെ തന്നെ ഗ്രീൻ വെഞ്ചറൊക്കെ ഉണ്ട്. പക്ഷേ അത് ഗ്രീൻ വെഞ്ചർ അറിയാമല്ലോ, ലക്ക് അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്, ഓപ്പർച്യൂണിറ്റീസ് കൂടാനാണ്. അതായത് ഇൻകം ഓപ്പർച്യൂണിറ്റീസ് ഒരുപാട് നമ്മളിലേക്ക് അട്രാക്ട് ചെയ്ത് വരാൻ വേണ്ടിയിട്ടുള്ളതാണ് ഗ്രീൻ വെഞ്ചർ നമ്മൾ മെയിൻ യൂസ് ചെയ്തത്. ഇത് ഗ്രീൻ വെഞ്ചർ മാത്രമായിട്ടുള്ള ബ്രേസ്ലെറ്റ് ആണെങ്കിൽ അതും നമ്മുടെ കയ്യിലുണ്ട്. ഇപ്പോൾ ഇത് 3 കൂടി ഉള്ളതാണ്. ഗ്രീൻ വെഞ്ചർ, ഹെമിറ്റേറ്റ്, അത് പൈററ്റിൻ്റെ, പിന്നെ അതുപോലെ ടൈഗർ ഐ, ഇതെല്ലാം കൂടിയുള്ള ഒരു ബ്രേസ്ലെറ്റ് ആണ് കേട്ടോ. ഇത് റേക്ക് എനർജൈസ് ചെയ്തിട്ട് നിങ്ങൾ ധരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ചുറ്റുമുള്ള എന്തെങ്കിലും നെഗറ്റീവ്സ് കാരണം ഒരുപക്ഷെ മറ്റു കസ്റ്റമർക്ക് നിങ്ങളിൽ നിന്ന് സാധനം മേടിക്കുക, അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്തേക്ക് വരാതെ നിങ്ങളുടെ ബിസിനസ് മറ്റൊരാൾക്ക് പോയേക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ നിന്ന് വാങ്ങിക്കാൻ തോന്നാതെ പോയേക്കാം. അതൊക്കെ നമുക്ക് ചുറ്റും അല്ലെങ്കിൽ നമ്മുടെ സ്റ്റാഫുകൾക്ക് ചുറ്റും എന്തെങ്കിലുമൊക്കെ ഒരു നെഗറ്റീവ് എനർജി ഉണ്ടെങ്കിൽ അതെല്ലാം മാറ്റി നമുക്ക് വരേണ്ട ബിസിനസ് നമ്മളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ബ്രേസ്ലെറ്റ് റേക്ക് എനർജൈസ് ചെയ്തിട്ട്, റേക്ക് ഹീൽ ചെയ്തിട്ട് നിങ്ങൾ ധരിച്ചോളൂ. നിങ്ങളുടെ ബിസിനസ്സിലുള്ള ചുറ്റുമുള്ള പ്രോബ്ലം ഒക്കെ മാറും. നിങ്ങൾക്ക് ധരിക്കാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്ത് വാങ്ങിയിട്ട് നിങ്ങളുടെ ക്യാഷ് കൗണ്ടറില്ലേ, ക്യാഷ് കൗണ്ടറിൻ്റെ ഉള്ളിൽ ഇട്ടോളൂ കേട്ടോ. നിങ്ങൾക്ക് ബിസിനസ് നിങ്ങളിലേക്ക് എത്തും. ഈ ഒരു ബ്രേസ്ലെറ്റ് ആണ് ഇത്. ഞാൻ ധരിക്കുന്ന ഒരു ബ്രേസ്ലെറ്റ് ആണ് കേട്ടോ. ഇത് ബിസിനസ് ചെയ്യുന്ന എല്ലാവരും ധരിക്കുന്ന ഒരു ബ്രേസ്ലെറ്റ് ആണ്. പലപ്പോഴും നമുക്ക് എല്ലാ ബ്രേസ്ലെറ്റും എൻ്റെ കയ്യിൽ ഇനി എവിടെ സ്ഥലമുണ്ട്, അതുകൊണ്ട് ഞാനിത് ധരിക്കുന്നതിന് പകരം എൻ്റെ കയ്യിൽ വെക്കാറ് പതിവ്. എന്താ പറയുക, എൻ്റെ ബിസിനസ്സിലേക്ക് ഇരിക്കുമ്പോഴും ഒക്കെ കൗണ്ടറിൽ ഞാൻ സൂക്ഷിക്കുന്ന ഒരു ബ്രേസ്ലെറ്റാണിത്. ഇത് ബിസിനസ് ചെയ്യുന്നവർക്കും അതുപോലെ ജോലി ചെയ്ത്, അതായത് നമ്മൾ ഏതെങ്കിലും കമ്പനിയിൽ വർക്ക് ചെയ്യുന്നതാണെങ്കിലും കമ്പനിയിൽ ഉയർച്ച കയറ്റം ഉണ്ടാവാനായിട്ട്, സാലറി ഇൻക്രിമെൻറ്റ്, അതുപോലെ പ്രൊമോഷനൊക്കെ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഒന്നും നോക്കണ്ട, നിങ്ങൾ ഈ ഒരു ബ്രേസ്ലെറ്റ് എന്നോട് ചോദിച്ച് വാങ്ങിച്ചോ. റേക്ക് എനർജൈസ് ചെയ്ത് നിങ്ങളുടെ പേരും നിങ്ങളുടെ ആവശ്യവും നിങ്ങളുടെ കമ്പനിയും പേരും നിങ്ങളുടെ സ്ഥാനം നിങ്ങളുടെ പൊസിഷൻ ഒക്കെ വെച്ചിട്ട്, അതായത് നിങ്ങൾ എന്ത് കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നത്, ഏത് പൊസിഷനിലാണ് നിങ്ങളിപ്പോൾ ഉള്ളത്, നിങ്ങൾക്ക് പ്രൊമോഷൻ ഏത് പൊസിഷനിലേക്കാണ് വേണ്ടത് എന്നെല്ലാം പറഞ്ഞ് നമ്മൾ റേക്ക് എനർജൈസ് ചെയ്ത് നിങ്ങൾക്ക് ഇത് തരും. അതുപോലെ നിങ്ങൾ ബിസിനസ് നടത്തുന്നവരാണെങ്കിൽ നിങ്ങളുടെ ബിസിനസ് സ്ഥാപനത്തിൻ്റെ പേരും നിങ്ങൾ സ്ഥാപനത്തിൻ്റെ ഫോട്ടോയൊക്കെ അയച്ചെന്ന് അത് വെച്ചിട്ടാണ് നമ്മളിത് റേക്ക് എനർജൈസ് ചെയ്ത് നിങ്ങളുടെ കൈകളിലേക്ക് എത്തിക്കുന്നത്. അപ്പോൾ ഈ ഒരു ബ്രേസ്ലെറ്റ് ഇട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ എനർജിക്ക് ചുറ്റും ഉണ്ടാകുന്ന എല്ലാ നെഗറ്റീവ്സും മാറ്റി നിങ്ങളുടെ ബിസിനസ്സൊക്കെ നല്ല കിടിലോട്ട് പോകാനായിട്ട് ഇത് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. ധാരാളം വന്നിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ കുറച്ചെടുത്തിട്ടാണ് നിങ്ങളെ കാണിക്കുന്നത്. ഈ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ ഇപ്പോൾ തന്നെ ഓർഡർ പ്ലേസ് ചെയ്യാം. ബിസിനസ് ഗ്രോത്ത്, കരിയർ ഗ്രോത്ത് അങ്ങനെ ആഗ്രഹിക്കുന്നവർ ഈ കാണുന്ന നമ്പറിലേക്ക് ഇത്രയും പെട്ടെന്ന് തന്നെ ഓർഡർ പ്ലേസ് ചെയ്യാം കേട്ടോ. ഇത് ലക്ഷ്മി പിരമിഡാണ്. മഹാലക്ഷ്മിയെ നിങ്ങളുടെ വീട്ടിലേക്ക് കൊണ്ടുപോകണമെന്നല്ലേ ഉള്ളൂ. മഹാലക്ഷ്മിയുടെ അംശമായിട്ടുള്ള എല്ലാം ഇതിലുണ്ട്. അപ്പോൾ ഈ ഒരു പിരമിഡ് നിങ്ങൾ വാങ്ങിച്ചാൽ മഹാലക്ഷ്മിയെ നിങ്ങളുടെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്ന അതേ ഐശ്വര്യം നിങ്ങളുടെ വീട്ടിലുടനീളം ഉണ്ടാകും. ഇനി അങ്ങോട്ടേക്ക് ഉണ്ടാവും ഭാഗ്യവും സമ്പത്തും സൗഭാഗ്യവും എല്ലാം നിങ്ങളുടെ വീട്ടിലേക്ക് കൊണ്ടുവരാനായിട്ട് ഇത് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഈ ഒരു പിരമിഡ് വേണമെന്നുള്ളവർ ഈ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ലക്ഷ്മി പിരമിഡ് ഇത് റേക്കി എനർജൈസ് ചെയ്ത് നിങ്ങളുടെ വീട്ടിലുള്ള എല്ലാവരുടെയും പേരും അവരുടെ ആവശ്യവും അവർ ചെയ്യുന്ന കാര്യങ്ങൾ എന്ന വർക്ക് അതൊക്കെ പറഞ്ഞിട്ട് എനർജൈസ് ചെയ്തിട്ടാണ് നിങ്ങളുടെ വീട്ടിലേക്ക് ഇത് ഞാൻ തരുന്നത്. ഇത് നിങ്ങൾ വീട്ടിൽ പ്രധാന വാതിലിൻ്റെ മുന്നിലോ അല്ലെങ്കിൽ നിങ്ങളുടെ ഓഫീസിൻ്റെ മുന്നിലോ ഇത് വെക്കാം. മഹാലക്ഷ്മി കടാക്ഷം എന്നും നിങ്ങളുടെ കൂടെ ഉണ്ടാകും. നാളെ അക്ഷയ തൃതീയ ദിനം ആയതുകൊണ്ട് ഞാനിത് ഓഫറിൽ കൊണ്ടുവന്നിരിക്കുകയാണ്. ഇത് നിങ്ങൾക്ക് ഞാൻ ഫ്രീ ആയിട്ട് തരാണ്. ഈ മണി മാഗ്നറ്റ് ബ്രേസ്ലെറ്റും അതുപോലെ ഈ ധൻയോഗ കോണും പല പേജിലും നിങ്ങൾ 1000 കൊടുത്ത് മേടിക്കുന്ന ഈ ഒരു കോണ് ധൻയോഗ കോണ് വളരെ നിസ്സാര ബ്രേസ്ലെറ്റാണ് നമ്മുടെ ഗുരുമന്ത്രയിൽ കൊടുക്കുന്നത്. അതിനോടൊപ്പം തന്നെ ഈ ഒരു ഈ ബ്രേസ്ലെറ്റും ഈ ധൻയോഗ കോണും നിങ്ങൾ വാങ്ങിക്കുകയാണെങ്കിൽ അതിൻ്റെ കൂടെ ഞാൻ നിങ്ങൾക്ക് ഈ മഹാലക്ഷ്മി പിരമിഡ് ഫ്രീ ആയിട്ട് തരുവാണ് കേട്ടോ. എല്ലാം എനർജൈസ് ചെയ്തിട്ടാണ് തരുന്നത്. അപ്പോൾ ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് ഈ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ഇത് വളരെ വലിയൊരു ഓഫറാണിത്. കാരണം ഇത് ഭയങ്കര ഗുരുമന്ത്രയിൽ ഭയങ്കര റേറ്റിങ്ങിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രോഡക്റ്റാണ് ഞാൻ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തരുന്നത്. ഓർഡർ വന്നിട്ട് അത്രയും ആൾക്കാർ വാങ്ങിക്കുന്ന ഒരു പ്രോഡക്റ്റാണ് ഈ ലക്ഷ്മി പിരമിഡ്. അത് ഞാൻ ഫ്രീ ആയിട്ടാണ് നിങ്ങൾക്ക് തരുന്നത് കേട്ടോ. ഇത് രണ്ടും വാങ്ങിയിട്ടുണ്ടെങ്കിൽ ഇത് നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുകയാണ്. അപ്പോൾ ഈ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും കൂടുതൽ വിവരങ്ങൾ പറയാം. ഇത് ഒരുപാട് ദിവസമൊന്നും ഈ ഒരു ഓഫർ ഉണ്ടാവില്ല. 2 ദിവസം 3 ദിവസം തരാം. ഇന്ന് ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന ആ നിമിഷം മുതൽ ഇന്ന് 18 അല്ലേ, 18, 19, 20 ഈ 3 ദിവസം മാത്രമേ നിങ്ങൾക്ക് ഈ ഒരു ഓഫർ ഉണ്ടാവുള്ളൂ കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഈ ഓഫർ ഉണ്ടാവില്ല. അതായത് ഇന്ന്, നാളെ, മറ്റന്നാൾ ഈ 3 ദിവസമായിരിക്കും ഈ ഒരു ഓഫർ ഉണ്ടാവുക. അപ്പോൾ ഇതൊക്കെ ഫ്രീ ആയിട്ട് വേണ്ടവർ ഈ കാണുന്ന നമ്പറിൽ ഇപ്പോൾ തന്നെ കോൺടാക്ട് ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ ഒരു വീഡിയോ. അപ്പോൾ നമുക്കിനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെയൊക്കെ എല്ലാവർക്കും